ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ അവർ മാറുക എന്നുള്ളതാണ് താനായിട്ട് ഞാൻ ഷെല്ലിൻ്റെ അഡ്വാൻസ് 10W40 ഫുള്ളി സിന്തറ്റിക് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ കുറേ നാളോട്ട് അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒറിജിനൽ ഓയിൽ ഫിൽറ്ററും കൂടെ മാറി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ടൂൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഓയിൽ മാറിക്കളയാം കേട്ടോ. ഇനി ഈ ടൂളിന് ഏകദേശം ഒരു 300 ചില്ലറ രൂപയാണ് വന്നിട്ടുള്ളത്. 330 എത്ര രൂപയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടൂൾ ബോക്സിൻ്റെ ലിങ്ക് വേണമെന്നുള്ളൊരു കമൻറ്റിൽ നിന്നും വന്ന് ലിങ്ക് എന്നൊന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വന്ന് വേണമെന്നുള്ളൊരു എൻ്റെ ഇൻബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ട്രെയിനിട്ട് അയച്ചെടുക്കണം. ഇതിൻ്റെ സൈസ് വരുന്നത് 19-ൻ്റെ ബോക്സാണ് കേട്ടോ. ഓയിലിൻ്റെ കളറും കാര്യങ്ങളൊന്നും ട്രെയിനിട്ട് മാറിയിട്ടില്ല. സാധാരണ ഞാൻ ഒരു 3000-ലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ മാറിയത് 4000-ലാണ് കേട്ടോ. ഓയിലിൻ്റെ കളറും അളവും കാര്യമായിട്ട് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. എൻ്റെ ആ ഒരു പാത്രമെങ്കിലും നോക്കട്ടെ, അത് പഴയതായിട്ടുള്ളൊരു ബൗളോ കിടന്നു കേട്ടോ. വേറെ ഒന്നും തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് വെച്ചതാണ്. അപ്പം ഓയിലിൻ്റെ കളറൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതുപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ തന്നെ പിന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടും എഞ്ചിൻ ഓയിലൊക്കെ വീട്ടിൽ നിന്ന് മാറുന്ന തന്നെയാണ് വളരെ കേട്ടോ. കാരണം വെച്ചാൽ കടയിൽ അവർക്ക് തിരക്കായിരിക്കും. അവർ പെട്ടെന്ന് ഓയിൽ തുറന്ന് ഉച്ച മുഴുവനായിട്ട് ട്രൈ ആകുന്നതിന് മുമ്പേ അടച്ചു വെച്ച് വൃത്തിയിൽ അത് തുണിയെ കെട്ടി തുളസിട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ മാറാന്ന് വിചാരിക്കുന്നത് എൻ്റെ സ്വന്തമായിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം എടുത്ത് മുഴുവൻ ട്രൈ ചെയ്ത് നല്ലോണം ക്ലീൻ ആക്കി ഇടുകയും ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഊരി കൊടുക്കണം കേട്ടോ. അതുകൂടെ ഊരുക, അതിലും കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ഞാനത് മറന്നുപോയി പാത്രം എടുത്ത്. ഇപ്പം നിങ്ങൾ മറന്നിൻ്റെ ഏതോടെ ശ്രദ്ധിക്കണം കേട്ടോ. അരിയില്ല പാത്രം വയ്ക്കാൻ മറക്കരുത്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇതാണ് കേട്ടോ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഓരോ ഓയിൽ മാറുമ്പോഴത്തേക്ക് നിങ്ങൾ ഓയിൽ ഫിൽറ്റർ കൂടെ മാറിക്കൊടുക്കാൻ ശ്രമിക്കണം. കാരണം ഓയിൽ ഫിൽറ്റർ പഴയതായി കഴിഞ്ഞാൽ പിന്നെ ഓയിലിൻ്റെ ഫിൽറ്ററിങ് വലിയ രീതിക്ക് നടക്കൂല. അപ്പം എഞ്ചിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ എപ്പോൾ മാറിയാലും ഓയിൽ ഫിൽറ്ററുകൾ മാറാൻ ശ്രമിക്കണം. ഓയിൽ ഫിൽറ്റർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ വരുന്ന ഭാഗം പുറത്തോട്ട് വരുന്ന രീതിക്കാണ് ഇടാൻ കേട്ടോ. അത് ഇടുക, നേരെ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഒരു ഇതെല്ലാം ഡ്രൈ ആയി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ഡ്രൈനറ്റിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ഫിൽറ്റർ നല്ലോണം ട്രെയിൻ ചെയ്യുക. ആ ഒരു ക്യാപ്പും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അത് മറന്നു പോകരുത്, അത് അടച്ച് വയ്ക്കാൻ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ പരിപാടിയെല്ലാം കാര്യം നമ്മുടെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന ടിപ്സ്റ്റിക്ക് ഊരുക, അതിലോട്ട് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ വെച്ചൂത്തിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ബോട്ടിൽ കട്ട് ചെയ്താണ് ഒഴിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചൂത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുന്നതായിരിക്കും പെട്രോൾ. അപ്പോൾ അത് ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഐഡിയിൽ ഇടാൻ കേട്ടോ. ഓയിൽ സർക്കുലേഷൻ നടക്കാനായിട്ട് നമ്മൾ ആ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്തുകൊണ്ടാണ് പോകും. അപ്പോൾ അതൊക്കെ 4 വട്ടം കണ്ടതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്തുള്ള വേണം. തെറ്റാ, ബൈ ബൈ, സീ യു.